നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ തവണ ഞാൻ വന്നിരിക്കുന്നത് ഇന്നും ഇന്നലെയുമായിട്ടെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരല്പം വൈറലായ ചില വീഡിയോസ്, ചില പേജുകളിലൂടെ വന്ന ചില വീഡിയോസ് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വരുന്നു. എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് സംവദിക്കാമെന്ന് വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ താഴെ കുറിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ കാണാം. ജില്ലാ പ്രസിഡന്റ് ഓക്കെ, ആദ്യത്തെ വീഡിയോ നമ്മൾ കണ്ടു. ഇതിൽ രണ്ട് ഇൻസിഡൻസ് ആണ് ഉണ്ടാകുന്നത്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി പ്രവർത്തകനോ ഒന്ന് കയ്യിൽ തലോടാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം രോഷാകുലനാവുന്നു. സ്വാഭാവികം. ഏതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ കയറി പിടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ദേഷ്യപ്പെടാം, അത് സ്വാഭാവികമാണ്. അത് അദ്ദേഹത്തിനെ പോലെ ഒരല്പം ടെമ്പർ കൂടുതലുള്ള ഒരാൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നിയിട്ടുള്ള വിഷയമായിരിക്കും. അതിന് നമ്മൾ ഒരിടത്തും ഒരു തെറ്റായിട്ടോ മറ്റൊന്നും കാണേണ്ട കാര്യമില്ല. എന്നാൽ അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തോട് പരാതി പറയാൻ ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേപ്പറുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് സുരേഷ് ഗോപി പറയുന്നത് എല്ലാം പാർട്ടി ജില്ലാ പ്രസിഡന്റിനോട് പറയണമെന്നാണ്. അതെങ്ങനെ ഇത് എല്ലാം ഒരു അദ്ദേഹത്തിൻ്റെ പരാതികളെല്ലാം പോയിട്ട് BJP ജില്ലാ സെക്രട്ടറിക്ക് കൊണ്ടേ കൊടുക്കുക? സുരേഷ് ഗോപിയെ മേൽഘടകങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട, അവരുടെ പാർട്ടിയുടെ മേൽഘടകങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഒരിക്കലും ഒരു BJP മാത്രം MP അല്ല. ഇത് നമ്മൾ സാധാരണ ഗതിയിൽ പറയുന്നതാണ്. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ജയിച്ചു പോകുന്ന ഒരു MP ആണെങ്കിലും MLA ആണെങ്കിലും അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാണോ ജയിച്ചത് അതിൻ്റെ മാത്രം MP MLA അല്ല. അദ്ദേഹം ആ മണ്ഡലത്തിൻ്റെ ആകെ ജനങ്ങളുടെ എല്ലാം MPയും MLAയുമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ആ കാര്യങ്ങളെ കാണാൻ. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ഏൽപ്പിക്കാനോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് വരാനോ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉറപ്പായിട്ടും തൃശ്ശൂർ ഉണ്ടാവുമല്ലോ, അവിടോട്ട് വരാനാണോ പറയേണ്ടത്? അതല്ലാതെ ജില്ലാ സെക്രട്ടറി ഏൽപ്പിക്കുക എന്ന് പറയുന്നതിലെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തീർച്ചയായിട്ടും BJP മേൽഘടകങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അധികാരം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ വിജയിച്ചതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു മത്തിൽ, ആ അധികാര ഭ്രമത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാകാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് ഗോപി തന്നെയാണ് വിജയത്തിന് ശേഷം ആദ്യം പറഞ്ഞിട്ടുള്ളത് തൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാരുടെ വോട്ട് കൊണ്ടുണ്ടായ വിജയമാണ്, അല്ലാതെ BJP വോട്ടർമാരുടെ വോട്ടുണ്ടായ വിജയമല്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഒരുപാട് പൊറോട്ട നാടകങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് അർത്ഥത്തിലാണ് അവസാനം പരിണമിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അധികാരപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം തൃശ്ശൂരിൻ്റെ MP ആണ്, തൃശ്ശൂരിൻ്റെ പെട്രോളിയം ടൂറിസം സഹമന്ത്രിയാണ്, അല്ലാതെ BJP മാത്രം ഒരു സഹമന്ത്രിയോ അല്ലെങ്കിൽ MPയോ അല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക. അത്രയുമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതും സുരേഷ് ഗോപിയെ സംബന്ധിച്ച വീഡിയോ തന്നെയാണ്. ഏതു കാലഘട്ടത്തിലാണ് സുരേഷ് ഗോപി ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് തരം മനോനിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ അദ്ദേഹം നടന്നു വരുമ്പോൾ ഒരു പാർട്ടി അനുഭാവി അദ്ദേഹത്തിൻ്റെ വഴി തടയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തോ തരത്തിൽ ഒരു കൈ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കൈയെ പിടിച്ച് കുടഞ്ഞെറിയുന്ന സുരേഷ് ഗോപിയെ കാണുന്നു. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. നേരത്തെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഞാൻ ഒരു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സാധനം ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടാവും, അദ്ദേഹം അതുകൊണ്ട് കൈ മാറ്റിയിട്ടുണ്ടാവും, അതാണ് നിൽക്കട്ടെ. പക്ഷേ നമ്മളുടെ MP വസ്ത്രധാരണങ്ങൾ കണ്ടോ? ഞാൻ ഈ പറയാൻ പോകുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. കാര്യം ഏതെങ്കിലും അമ്പലങ്ങളുടെ എന്തെങ്കിലും ഉദ്ഘാടനാന്തരമോ അല്ലെങ്കിൽ അതുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്ത്രം അത്യന്താപേക്ഷിതമാണെങ്കിൽ ഓക്കെ, അത് ഉൾക്കൊള്ളുന്നു, അത് മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ കാണുന്നത് ഈ ചിത്രത്തിൽ മുണ്ടും നെരിതും കൊടുത്ത ഒരു തമ്പുരാൻ സ്റ്റൈലിൽ ഒരു ചുവപ്പ് പരവധാനിയിലൂടെ അദ്ദേഹം നടന്നു വരികയാണ്. ബാക്കിൽ മുത്തുക്കൂടെയൊക്കെ ചൂടിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും ഒരു രാജാപ്പാട്ട് സംഭവം, പഴയ രാജവംശങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിഷ്വലായി പോയത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് കാലഘട്ടത്തിലാണ് സുരേഷ് ഗോപി ജീവിക്കുന്നതെന്ന്. ഒരു വല്ലാത്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എനിക്കിപ്പോൾ പറയേണ്ടി വരുന്നു. അതിൽ ദുഃഖമുണ്ട്. കാര്യം നമ്മൾ ചെറുപ്പം മുതലേ സിനിമകളെല്ലാം കണ്ട് ആരാധിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും വരുന്നതിന് മുമ്പൊക്കെ അദ്ദേഹം ഒരുപാട് പോഴത്തരങ്ങളും മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിശ്ചിതമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്.
അതിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ തലത്തിലാണ്. അതുമായിട്ടൊരു MP കേരളത്തിന് കിട്ടുകയാണ്, തൃശ്ശൂരിൽ നിന്നാണ്, സുരേഷ് ഗോപി വഴിയാണ്. അങ്ങനെയൊക്കെ ചില പോസിറ്റീവ് ഘടകങ്ങൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മുന്നോടുക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഈ തരത്തിൽ പിന്നോട്ടടിക്കുന്ന ചില നയങ്ങളും ചില വേഷഭൂഷാദികളുമായിട്ടാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡിസാസ്റ്റർ ആവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്നാലും ഇതൊക്കെ അവരുടെ പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ്, സുരേഷ് ഗോപി സ്വയം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ ഇതിനൊക്കെ കൈയടിക്കുന്നതുമായിട്ടുള്ള ഒരു ചെറിയ പക്ഷം ഉണ്ടാവും. പക്ഷെ അവരും ഒരുപാട് കാലത്തേക്ക് കൂടെ ഉണ്ടാവുമെന്ന് കരുതേണ്ട. കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇതൊരു രാജഭരണം നടക്കുന്ന രാജ്യമല്ല. അപ്പോൾ ഈ ജനാധിപത്യത്തിനുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് താങ്കളുടെ അണികളെല്ലാം. അപ്പോൾ അവരെ താങ്കൾ വീണ്ടും ഒരു ഭരണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചാതുർവർണ്ണത്തിൻ്റെയോ ഒക്കെ ചരടിൽ കെട്ടാൻ ശ്രമിച്ചാൽ അവരൊന്നും നിന്നോളണമെന്നില്ല, അവരെല്ലാം കൈയൊഴിയും. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമന്ത്രി മോഡി ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന അറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ആ കാലഘട്ടത്തിൽ ഒരു 2-3 വർഷമായിട്ട് തന്നെ നമുക്കെല്ലാം വളരെ സുപരിചിതമായ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പല പേജുകളും ഈ സിനിമാ സംബന്ധിയായിട്ടുള്ള പല പേജുകളും പൈസ കൊടുത്ത് വാങ്ങിയിരുന്നു BJPയുടെ IT സെൽ. എന്നിട്ട് അതുവഴിയെല്ലാം സുരേഷ് ഗോപിയുടെ മറ്റേ പ്രൊമോഷൻസ് വളരെ മികച്ച രീതിയിൽ IT സെല്ലിന് ചെയ്യാൻ കഴിഞ്ഞു. സുരേഷ് ഗോപി പോകുന്നിടങ്ങളിലെല്ലാം അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു കൂട്ടം സോഷ്യൽ മീഡിയക്കാരുണ്ടാവും, ചില പേജുകളിലെ ആളുകളുണ്ടാവും. അദ്ദേഹത്തെ കൃത്യമായിട്ട് കവർ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് എല്ലാം വളരെ വ്യാപകമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ തിങ്ങി നിറയുന്ന തരത്തിലുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ അനുഭവം നമുക്ക് കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളൂ, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ആ ഒരു മനോനിലയിൽ നിന്ന് ഇപ്പോഴും താഴോട്ടിറങ്ങിയിട്ടില്ല. കാര്യം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അദ്ദേഹം അങ്ങനൊരു സംരംഭം ചെയ്തു തുടങ്ങിയത്, അതിൻ്റെ ലക്ഷ്യപ്രാപ്തി നേടിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് താൻ പോകുന്നിടങ്ങളിലെല്ലാം താൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ എല്ലാം കൃത്യമായിട്ടുള്ള കവറേജ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കൊടുത്ത് നന്നായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷേ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ട്. താങ്കളെ നേരിട്ടറിയില്ലെങ്കിലും താങ്കൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും താങ്കളുടെ പാർട്ടി അനുഭവങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് തൃശ്ശൂർ മണ്ഡലത്തിന് പുറത്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇതൊരു തെറ്റായ സന്ദേശമാണ് നൽകുക. അപ്പോൾ സുരേഷ് ഗോപി സ്വയം കണ്ടറിഞ്ഞ് ഇതിലൊക്കെ ഒരു തിരുത്തൽ വരുത്തുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം. ഇനി അടുത്ത വീഡിയോയിലോട്ട് വരാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു വീഡിയോ ആണ്. മാതൃഭൂമിയുടെ വാർത്തയാണ്. ആ വാർത്തയിലാണ് ഈ വീഡിയോ ഉള്ളത്. സീബ്ര റെയിൽ രക്ഷയില്ല, വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചതിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ അറസ്റ്റിൽ. ഇതാണ് ആ വാർത്ത. ആ വാർത്തയിൽ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് കാണാം. ഇന്നലെ നിങ്ങളെല്ലാം കണ്ട വീഡിയോ ആയിരിക്കും. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്, പ്രസ്തുത സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളെ സീബ്ര ലൈനിൽ വെച്ച് ബസ് ഇടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. അയ്യപ്പൻ എന്ന ബസ്സിലെ ഡ്രൈവർ കൊയിലാട്ടി സ്വദേശി മുഹമ്മദ് റൈസ് ഖിലാഫാണ് പിടിയിലായത്. നയൻതാര നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് നയൻ, ഈ അപകടം ഉണ്ടായ ഇറങ്ങി ഓടുകയായിരുന്നു. എങ്ങനെ എവിടെ വെച്ചാണ് പിടിയിലായത്? ഡ്രൈവറാണ് ഓടുന്നത്. ആക്ച്വലി ഈ വീഡിയോ രണ്ടാമതൊന്നും കൂടെ കാണേണ്ട ആവശ്യമില്ല. കാര്യം ഇത് ഓൾറെഡി നിങ്ങളിൽ പലരും കണ്ടു കഴിഞ്ഞാണ്. ഇന്നലെയാണ് ഈ വീഡിയോ വൈറലായത്. അത് നമ്മുടെ എല്ലാം പേജുകളിലെല്ലാം നമ്മളെല്ലാം വാളിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഓടിയ ഡ്രൈവറെ ഇന്ന് പിടിച്ചു എന്നുള്ളതാണ് മാതൃഭൂമി വാർത്തയെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു സീബ്ര ലൈനാണ്. ഈ വണ്ടി ഇടതുവശത്തൂടെ വരികയാണ്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു അമിത വേഗത ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്പീഡിൽ തന്നെയാണ് ആ വണ്ടി വരുന്നത്. അപ്പോൾ എതിരെ 2 വണ്ടികൾ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഒരു പെട്ടി വണ്ടിയും പിന്നെ അതിന് മുമ്പ് ഒരല്പം വലിയ വണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളുടെ പുറകിലായി റോഡിൻ്റെ മധ്യഭാഗത്തായി എത്തി നിൽക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. അപ്പോൾ ഒരു സാധാരണ നമുക്കിപ്പോൾ ഇവിടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഡ്രൈവർ തെറ്റ് തന്നെയാണ്. സീബ്ര ലൈനിൽ ഡ്രൈവർ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതായിരുന്നു. ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ പതിയെ പോകാൻ തന്നെയാണ് സീബ്ര ലൈനുള്ളത്. ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവർ ശ്രദ്ധയിൽപ്പെടാൻ പാകത്തിലല്ല ആ കുട്ടികൾ നിന്നിരുന്നത്. കാര്യം ഇദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ് മറയ്ക്കുന്ന തരത്തിൽ 2 വാഹനങ്ങൾ ഇതിലുണ്ടായിരുന്നു. ആ വാഹനങ്ങളുടെ പിറകിൽ റോഡിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ കുട്ടികൾ നിന്നിരുന്നത്. ഇവർ പെട്ടെന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ പൊടുന്നനെ ആ റോഡ് ക്രോസ് ചെയ്യായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ആ കുട്ടികളുമായി തട്ടേണ്ടി വന്നത്. പക്ഷേ എന്നാലും ബ്രേക്ക് ചെയ്യാൻ പറ്റി. ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കുട്ടികളെ തട്ടി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇവിടെ പൊതുബോധം ഉണ്ടാവുന്നതും ആ ന്യൂസിന് താഴെയും ഇന്നലെ ആ വീഡിയോയ്ക്ക് താഴെയും എല്ലാം കണ്ട കമന്റുകൾ എന്ന് പറയുന്നത് ആ ഡ്രൈവറെ തല്ലിക്കൊല്ലണം, അവനെ വണ്ടി ഇടിപ്പിച്ച് വരണം, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. പക്ഷേ
തെറ്റേണ്ട ഭാഗത്തുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പൂർണ്ണമായും ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൂടെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സീബ്രയിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടെ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കണം. കാരണം എതിരെ വരുന്ന വണ്ടികളിലെ തൊട്ട് പുറകിൽ നിന്നുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അപ്പുറത്ത് വരുന്ന ആൾക്ക് ഇത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ശ്രദ്ധ കൂടെ അവർ കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ കാണാം. കോഴിക്കോട് നിന്നുള്ള പരശുരാമന് തിരക്ക് കാരണം സീറ്റ് കിട്ടാത്ത 2 യാത്രക്കാരാണ് കൂടെയുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് വീഡിയോ ആണത്. മാപ്രകൾ തന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നേത്രാവതിയാണ് വരാനുള്ളത്. അതിൽ നമുക്ക് കാലുകുത്തുന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 മണിക്ക് എടുക്കുന്ന പരശുരാമന് പിന്നാലെ 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക് നല്ല ആവശ്യമുണ്ടോ? അതൊക്കെ സാധാരണക്കാരന് അത്ര അത്യാവശ്യമില്ല. അതിനേക്കാളും നമുക്ക് ബസ്സൊക്കെ ശരി. ഈ കാണുന്ന മാധ്യമപ്രവർത്തകരെ കണ്ടാണല്ലോ. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ മാധ്യമപ്രവർത്തകരും എതിരെ നിന്ന ഒരു വരേണ്ടിയിരുന്നൊരു സംഭവമായിരുന്നു കേരയിൽ സിൽവർ ലൈൻ. ആ കേരയിൽ വരണ്ടേൻ്റെ മഞ്ഞക്കുറ്റികളെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് കളയുന്നതിനൊക്കെ ഭയങ്കര കവറേജ് കൊടുത്ത് ആളുകളിൽ വല്ലാത്ത ഭീതി വളർത്തി. കേരളത്തിന് ആവശ്യമേ ഇല്ല, കേരളിന് സമാന്തരമായിട്ടാണ് വന്ദേ ഭാരത് വന്നിട്ടുള്ളത് എന്നെല്ലാം പ്രചരിപ്പിച്ച് സാധാരണ ജനങ്ങളിൽ വളരെ വളരെ എന്താ പറയുക ആശങ്ക ഉണർത്തിയ ഒരു വിഭാഗമാണ് ഈ മാധ്യമപ്രവർത്തകർ. ഇവര് പറഞ്ഞിരുന്നത് വന്ദേ ഭാരതാണ് കേരളിന് ബദൽ, വന്ദേ ഭാരത് മതി കേരളത്തിന് എന്നൊരു പറഞ്ഞിരുന്നു. ഇവർ സാധാരണക്കാരെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഈ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിനുള്ള ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പലായനം ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടും, നിങ്ങൾക്ക് എന്താ പറയുക തലചായ്ക്കാൻ ഒരിടം കിട്ടില്ല എന്നൊക്കെ വളരെ ഘോരം മാസങ്ങളോളം ടെലിവിഷനിൽ ഇരുന്ന് പറഞ്ഞിരുന്നതാണ് ഈ മാപ്രകൾ. ഇവർക്കെല്ലാം എത്രത്തോളം ലജ്ജയുണ്ടാവും ഇപ്പം ഇങ്ങനത്തെ വാർത്ത കൊടുക്കാൻ? ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇവർ തുടങ്ങി ഇങ്ങനെയുള്ള ഈ യാത്രാ ദുരിതത്തെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റോറി ചെയ്യുന്നുണ്ട്, അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ന്യൂസ് ആയിട്ടും മാത്രം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇവർക്ക് എത്രമാത്രം ലജ്ജ വേണം ഇങ്ങനെ ഒരു സാധനം കൊടുക്കാൻ? ഇതിനെ ഏറ്റവും അധികം നേർത്തത് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒരു പാർട്ടിയോ അല്ല, ഈ മാധ്യമപ്രവർത്തകരാണ്. ഇവർ മുഖേന ഇവിടെയുള്ള സാധാരണ ജനങ്ങളിൽ വല്ലാതെ ആശങ്ക ഉണ്ടാവുകയും അവരെല്ലാം ഈ പ്രൊജക്ടിന് എതിരെ വരികയും ചെയ്തിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതാണത്. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ മറുപിടിച്ച് നിൽക്കാതെ, ഒരു കുടപിടിച്ച് നിൽക്കാതെ നമ്മൾ പുറത്ത് നമ്മളെ നേരിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാപ്രകൾ എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇതിനെതിരെ ഏറ്റവും അധികം നിന്നിട്ടുള്ളത്. അവരെക്കാണ് ഏറ്റവും അധികം വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് കണ്ട സെൻസേഷണലായ, അല്ലെങ്കിൽ എനിക്ക് ഒരല്പം സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയ 1-2 വീഡിയോസ്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൂടുതലും ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമാ വിശേഷങ്ങൾ പറയണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക. സിനിമാ വിശേഷങ്ങൾ പറയുന്നതിലൂടെ തന്നെയായിരിക്കും എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ, ഞാൻ കണ്ട ഏറ്റവും പുതിയ സിനിമകൾ, ക്ലാസിക് സിനിമകൾ, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഓഫ് സിനിമകളെ കുറിച്ചായിരിക്കും ഞാൻ ഈ ചാനലിൽ സംസാരിക്കുക എന്ന് തന്നെയാണ്. അത്തരത്തിലാണ് മുന്നോട്ട്. പക്ഷേ ഉറപ്പായിട്ടും ഇതിലുള്ള സാമൂഹിക പ്രസക്തിയുള്ള, അല്ലെങ്കിൽ ദിവസങ്ങളിൽ സെൻസേഷനാവുന്ന ചില വീഡിയോസിനെ കുറിച്ച്, ചില കാഴ്ചകളെ കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ കൂടെ ഞാൻ ഇവിടെ ഉറപ്പായിട്ടും പങ്കുവയ്ക്കും. അപ്പോൾ താഴെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുക. ഒരു തുടക്കക്കാരനാണ് ഞാൻ. ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുകയാണെങ്കിൽ, ഭാവിയിൽ അങ്ങനെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ പരിഗണിക്കാൻ തോന്നുന്ന ഒരു ഘട്ടത്തിൽ എന്നെ പരിഗണിക്കുക. അതുവരെയും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടേയിരിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.